വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നടന്ന ഈ ദാരുണ മരണത്തിന് 2 ദൃക്സാക്ഷികളാണുള്ളത്. ഒന്ന് സമീപവാസിയായ രമയും തൊട്ടടുത്ത പറമ്പിൽ ജോലി ചെയ്തുകൊണ്ട് നിന്ന രാജയ്യനും. ഇപ്പുറം വരാൻ വേണ്ടി ഇപ്പുറത്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് അപ്പുറത്ത് സംഭവം. കൊച്ചു ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ച ഈ കൊച്ചൊന്നും നമുക്ക് അറിഞ്ഞൂടല്ലോ, നമുക്ക് അറിഞ്ഞൂടാ. നമ്മൾ വിചാരിക്കുന്നത് അതിൻ്റെ അമ്മ എവിടെ അങ്ങനെ നിൽക്കണായിരിക്കും, കൊച്ചിനെ അവിടെ നിർത്തിയിട്ട് അപ്പുറം ഒറ്റ നിൽക്കണായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ സംഭവം പിന്നെ ഇങ്ങനെ നോക്കിയോണ്ട് നിന്ന് ഞാൻ തള്ളയുണ്ടെന്ന് വിചാരിച്ച് ഈ കൊച്ചു മാത്രമൊന്നും അറിയണില്ല. അത് മാത്രമല്ല, ഞാൻ പാളത്തിൻ്റെ ഇപ്പുറത്തായിപ്പോയി. അപ്പുറത്താണെങ്കിൽ നമുക്ക് ആ സൈഡിലായോണ്ട് ഓടി എങ്ങനെയെങ്കിലും എടുക്കായിരുന്നു. ഇപ്പുറത്തായിപ്പോയി. ട്രെയിനും ഇനി അടുത്തെത്തിപ്പോയി. അപ്പുറം കടക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ അവിടെ വന്ന് എനിക്ക് ഞാൻ വിളിച്ചു തുടങ്ങി. അപ്പോഴുണ്ട് ഇവരെ അമ്മാവൻ തൊട്ടടുത്ത് വാഴപ്പണയില്ലേ അവിടെ കാച്ചോണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, നാടാരെ അതാണ്ട് ഒരു കൊച്ചു, യാത് കൊച്ചെന്ന് പറഞ്ഞൂടാ, അതിന്റെ തള്ള ഉണ്ടോ എന്താ, ആ കൊച്ചു അതാ അവിടെ അതാ നിൽക്കുന്നു, ട്രെയിനും അതാ വരണം എന്ന് പറഞ്ഞു. വിളി കൂട്ടിയപ്പോൾ ഞാൻ ഓടി ആ സ്ഥലത്ത് നിന്ന് വാഴ കൃഷി ചെയ്താണ്. അത് അങ്ങനെയൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം വണ്ടി പെയ്യോണ്ടിരിക്കുമ്പോ അങ്ങ് അപ്പുറത്ത് പോകാൻ നിർത്തിയില്ല, അങ്ങ് അപ്പുറത്തെ സൈഡിലായിപ്പോയി. കുട്ടിയെ നല്ലപോലെ കണ്ടില്ല. ട്രെയിൻ വന്നു. ട്രെയിൻ വന്നപ്പോൾ ഞങ്ങളൊക്കെ അവിടെ അടച്ചു. പിന്നെ കുട്ടിയെ എവിടെ നിൽക്കണമെന്ന് ഞങ്ങൾ എടുക്കുന്ന ഈ തള്ളയും ഞാനുമായിട്ട് അങ്ങോട്ട് പോയി. കൊടുക്കാൻ ഒന്നും ചെയ്യാനും പറ്റിയില്ല. പൊയ്യന് ശേഷം അങ്ങേര് പോയി നോക്കിയപ്പോഴത്തേക്ക് കൊച്ചങ്ങ് ഓടക്കകത്താണ് വിഴുന്ന് കിടന്നത്. അങ്ങനെയാണ് സംഭവം. കണ്ടുവെന്ന് പറഞ്ഞ വിറ്റ്നസ് ചന്തയിൽ നിന്ന് മീനും വാങ്ങിക്കൊണ്ട് വരുന്ന വഴി ഇതാണ്. അവർ ഈ വഴിയെ വന്നിട്ട് ഈ ട്രാക്കിൻ്റെ ഈ സൈഡ് വരികയും സ്വാഭാവികമായിട്ട് അവർ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുകയും ചെയ്തു. തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഒരു കുട്ടി ഒറ്റയ്ക്ക് ഒരു കുഞ്ഞു കുട്ടി നടന്നു വരുന്ന അവർ കാണുന്നത്. ഈ കൊച്ചു വരുന്നതും എതിർഭാഗത്ത് ട്രെയിൻ വരികയും ചെയ്തപ്പോഴാണ് തൊട്ടടുത്ത് വാഴയ്ക്ക് ജോലി ചെയ്തുകൊണ്ടിരുന്ന രാജയ്യൻ എന്ന് പറഞ്ഞ ആളിനെ വിളിച്ച് കാണിക്കുകയും ചെയ്തു. പക്ഷേ ഇവർക്ക് 2 പേർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നാണ് അവരുടെ അഭിപ്രായം. അതിനു മുമ്പേ ട്രെയിൻ വരികയും ചെയ്തു. അപ്പോൾ ഈ ഭാഗത്തു നിന്ന് നടന്നു വരികയായിരുന്ന കൊച്ച് ഈ ട്രെയിൻ പോയപ്പോൾ കൊച്ചിനെ കാണാനില്ല. അപ്പോൾ ഇവർ ഇവിടെ നിന്ന് ഓടി അവിടെ പോയി നോക്കുകയും കൊച്ച് തറയിൽ വീണ് കിടക്കുന്ന അവസ്ഥയാണ് അവർ കണ്ടത്. ഉടനെ തന്നെ കൊച്ചിൻ്റെ അമ്മ ഓടി വന്ന് കൊച്ചിനെ എടുത്ത് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. ആശുപത്രി മുതലുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ നേരിൽ കണ്ടിട്ടുള്ളൂ. ദർശനയുടെ വീടും തീവണ്ടി തട്ടിയ സ്ഥലവും തമ്മിൽ 200 മീറ്ററോളം ദൂരമുണ്ട്. വീട്ടിൽ നിന്ന് 200 മീറ്ററിൽ കൂടുതൽ ദൂരം വരും സംഭവം നടന്ന സ്ഥലവുമായിട്ട്. ഇത്രയും ദൂരം ഈ കുഞ്ഞ് നടന്നു പോകാനുള്ള പ്രായമായില്ല. 2 വയസ്സും 2.5 മാസം മാത്രമേ പ്രായമുള്ളൂ. അതെനിക്ക് സംശയത്തിന് ഇടവരുത്തി. ഇത്രയും ദൂരം 2.5 വയസ്സുള്ള ദർശന നടന്നു പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. മാത്രമല്ല, ദർശന ഇതിനു മുമ്പ് ഒരിക്കലും ഒറ്റയ്ക്ക് ഈ വഴി നടന്നു പോയിട്ടുമില്ല. ഇല്ല, വീട്ടിൽ നിന്ന് പുറത്തോട്ട് അങ്ങനെ ഇറങ്ങുന്ന കുട്ടിയല്ല. അഥവാ ഉണ്ടെങ്കിൽ അവളുടെ അമ്മാമ്മയെ ഒത്ത് മാത്രമേ അവൾ ഇറങ്ങൂ. ഞാൻ ജോലിക്ക് പോകുന്ന പകൽ സമയം മൊത്തവും അമ്മാമ്മയും അവൾ മാത്രം ഒരുമിച്ച്, എൻ്റെ അമ്മയും അവൾ മാത്രം ഒരുമിച്ച് വീട്ടിൻ്റെ മുറ്റത്തുനിന്ന് കളിക്കാറുള്ളൂ. അല്ലാതെ ആരുടെ വീട്ടിലുള്ള ഒരു അംഗത്തിൻ്റെ കൂടെ ഇല്ലാതെ അവൾ പുറത്തിറങ്ങാറില്ല. മരണശേഷം കുഞ്ഞിന്റെ കഴുത്തിലെ സ്വർണ്ണമാല നഷ്ടപ്പെട്ടിരുന്നത് ബന്ധുക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നതും ദുരൂഹതകൾ ബാക്കിയാക്കി. ഈ ആഭരണത്തിൻ്റെ കാര്യം ആശുപത്രിയിൽ എത്തിയിട്ട് ഈ മോർച്ചറിയിലോട്ട് ബോഡി മാറ്റിയപ്പോൾ അതിനു മുമ്പായിട്ട് ഈ കൊച്ചിൻ്റെ ആഭരണങ്ങൾ മാറ്റുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അന്ന് ബന്ധപ്പെട്ട സിസ്റ്റർ അവിടെ നിന്നുകൊണ്ട് ഇതെല്ലാം ഊരിയെടുക്കുകയും അവിടുത്തെ രജിസ്റ്ററിലെല്ലാം എഴുതിയിടുകയും ചെയ്തു. അപ്പോൾ എഴുതിയിട്ട് മുന്നിൽ നിന്ന് ഞാനാണ് ഒപ്പിട്ട് കൊടുത്തത്, തിരിച്ചു വാങ്ങിയത്. അപ്പോൾ അന്ന് തന്നെ അതിനെ വാങ്ങി അത് ഒരു കാലിൽ ഒരു ജോഡി കൊലുസും കയ്യിലുണ്ടായിരുന്ന പൊട്ടിയ പ്ലാസ്റ്റിക് വളകളും ഒരു ജോഡി കമ്മലും, അപ്പോൾ അത് രജിസ്റ്ററിൽ അന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്ത് ആ സാധനങ്ങൾ വാങ്ങി ഇവിടെ വീട്ടിലെത്തിക്കുകയും ചെയ്തു. വീട്ടിലെത്തിയിട്ട് ഇവരെ കയ്യിൽ ഈ പൊതി കിട്ടിയതിന് ശേഷമാണ് അറിയുന്നത് ചെയിനില്ല എന്നുള്ളത്. അപ്പോൾ കുഞ്ഞിന് ചെയിൻ ഉണ്ടായിരുന്നുവെന്നും ചെയിനില്ല, അപ്പോൾ ചെയിൻ മോഷണം പോയി, ഇങ്ങനെയാണ് സംശയങ്ങൾ വരാൻ കാര്യം. ഇപ്പോൾ ചെയിൻ ഉണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല, വീട്ടുകാർക്കേ അറിയാവും. ഉണ്ടായിരുന്നുവെങ്കിൽ ആ ചെയിൻ അവിടെ പോയി, ആ ഒരു സംശയമുണ്ട്. റെയിൽവേ ട്രാക്കിന് സമീപത്ത് സാമൂഹ്യ വിരുദ്ധ ശല്യവും വ്യാജവാറ്റും മോഷണവും നിത്യസംഭവമാകുന്നു. ഇവരെ സംശയങ്ങളുടെ മുൾമുനയിൽ ഇന്നും നിർത്തിയിരിക്കുന്നത് ഇത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളുമാണ്. ഈ കുഞ്ഞിൻ്റെ ചെയിൻ കണ്ടില്ല, ഇത്ര ഇതായിട്ട് ഈ കുഞ്ഞിൻ്റെ ചെയിൻ. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ ചെയിൻ എടുത്തിട്ട് നമ്മൾ ഉദ്ദേശിക്കണം ഈ ചെയിനും പൊട്ടിച്ചിട്ട് കഞ്ചാവ് വലിക്കുന്ന പയ്യന്മാരാണ്, ഒരു കഞ്ചാവൊക്കെ വലിക്കുന്നവരാണ്. പിന്നെ പിള്ളേർക്ക് വേറെ വല്ല രീതിയിലും ഉപദ്രവിച്ചിട്ടുണ്ടോ എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അപ്പോഴങ്ങനെ ഒന്നും നമ്മൾ വേറെ ഒരു രീതിയിലും ചിന്തിച്ചിട്ടില്ലായിരുന്നു, മരുന്ന് കാരണം മാത്രം. പിന്നീടുള്ള സംശയ കാരണം വെച്ച് വേറെ വല്ലതും ചെയ്തിട്ടുണ്ടോ എന്നോ വേറെ ഒന്നും അറിയില്ല. ഈ മാല കണ്ടില്ല. പിന്നെ ഈ പിള്ളേരെ ഡ്രസ്സ് മിടിയാണ് ഇട്ടിരുന്നത്, ആ പാവട ഉരുവി കയ്യിലാണ് കൊടുത്തിരുന്നത്. ആ
പാവടയും കൊണ്ട് വരണ വരവാണെന്ന്. ട്രെയിനിൻ്റെ ഇത് തട്ടി പിള്ള വീഴുന്നതിൻ്റെ പുറത്ത് പാവടയും വീണു. അങ്ങനെയാണ് കണ്ടത്. അപ്പം നമുക്ക് ഒരുപാട് സംശയങ്ങൾ ഇതിൻ്റെ പേരിലുണ്ട്. അപ്പം ഇത്രയും കാലം ഇത്രയും ദിവസങ്ങളിൽ കുഞ്ഞുങ്ങളെ ഇതായിട്ട് ഈ സംഭവം ആദ്യമാണ്. ഇത്രയും നമ്മളെ കുഞ്ഞിലേ ഇവിടെ കിടന്ന് വളർന്നതാണ്. ഇന്ന് വരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പം ഇത് കരുതിക്കൂട്ടി ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി ഇത് ചെയ്തു എന്നത് നമുക്ക് അറിഞ്ഞേ പറ്റൂ. സംശയങ്ങൾ മനസ്സിലുണ്ട്. ഈ കൊച്ചുകുട്ടി എങ്ങനെ അവിടെ എത്തി, ആ ഒരു സംശയം ഇപ്പോഴും ബാക്കി നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷൻ പാറശാലയാണ്. അപ്പോൾ പാറശാല സ്റ്റേഷനിൽ ഞാൻ എൻ്റെ മൊഴിയും കൊടുത്തിട്ടുണ്ട്. ഈ കൊച്ചു അവിടെ എത്തി എങ്ങനെയെന്നുള്ളത് പരിശോധിക്കണം. അന്ന് SI ജോൺ സാറായിരുന്നു. സാറ് നല്ല സാറിൻ്റെതായ ഒരു ശ്രമം നടത്തി നോക്കി. അത് കഴിഞ്ഞിട്ട് വന്ന SI ശ്രമം നടത്തി നോക്കി. പിന്നെ അതങ്ങനെ മന്ദീഭവിച്ചിരിക്കുകയാണ്. ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ സജീവ രാഷ്ട്രീയ പ്രവർത്തകനും മുൻ ബ്രാഞ്ച് സെക്രട്ടറിയുമായിരുന്ന പരേതനായ മധു എന്നെല്ലാവരും വിളിക്കുന്ന ദിവാകരൻ്റെ മകളാണ് ദീപ്തി. ദർശനയുടെ മരണത്തിന് മുമ്പും മരണശേഷവും പല വിധത്തിലുള്ള ഭീഷണിയും ഈ സ്ത്രീകൾ മാത്രം താമസിക്കുന്ന ഈ കുടുംബത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ ജീവിക്കുന്ന തന്നെ ഭീഷണിയുടെ പുറത്താ. ഇപ്പം നമ്മൾ 3 പെൺപിള്ളേരേ ഉള്ളൂ. വെളിയിൽ ഇറങ്ങുമ്പം തന്നെ ഭീഷണിയാണ്. ഒരു സമാധാനത്തിനല്ല ഇവിടെ കിടക്കണം. അതാ ഇപ്പം എവിടെ കൊടുത്താലും ഒരു പേടിയുണ്ട്. ആരും അന്വേഷിക്കില്ല. 2 ദിവസം അന്വേഷിച്ചിട്ട് 3ൻ്റെ അന്ന് പറയും ഇത് കുഴപ്പമില്ല എന്നൊന്നും. കരുതിക്കൂട്ടി എന്താണ് ചെയ്യണമെന്നും അറിയില്ല. അതുകൊണ്ട് ഇപ്പം നമുക്കങ്ങനെ പേടിയാണ്. എന്തെങ്കിലും കൊടുത്താലും DSPയിൽ കൊടുക്കേണ്ട എല്ലായിടത്തും കൊടുത്തു. ഇനി മുഖ്യമന്ത്രിയിൽ കൊടുക്കണം. അതുമാത്രം അതെല്ലാവരും പറയണുണ്ടായിരുന്നു. അവിടെ ഒന്ന് കൊടുക്കണം. ഇത് ഇങ്ങനെയുള്ള മരണമല്ല, ഇതാരോ കണക്കൂട്ടി ചെയ്തതാണ്. ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് വന്ന് അവരും പറഞ്ഞു ഇത് ഇങ്ങനെയല്ല കൊടുക്കേണ്ടത്, ഇത് ഇവിടെ കണക്കൂട്ടി ആരോ ചെയ്തതാണ്, ഇത് മോൾ തട്ട് കൊടുത്താലേ അന്വേഷണം നേരെ നിൽക്കുകയുള്ളൂ. പക്ഷേ ഇവർ പോയി പറയുമ്പോൾ 2 ദിവസം അന്വേഷിക്കും. അന്വേഷിച്ചിട്ട് പിന്നീട് നമ്മൾ അന്വേഷിച്ചിട്ട് പറയാമെന്നേ പറയണുള്ളൂ. പിന്നെ അവർ പറയുന്നില്ല, വിളിക്കുന്നില്ല. കാരണം എന്താണെന്ന് ആർക്കും അറിയില്ല. തൻ്റെ മകളുടെ മരണത്തിലുള്ള ദുരൂഹത അന്വേഷിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ദീപ്തി മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനും തീരുമാനിച്ചിരിക്കുകയാണ്. ദീപ്തി എന്ന 2.5 വയസ്സുകാരി മരണപ്പെട്ട് 1.5 വർഷമായിട്ടും പോലീസ് അന്വേഷണത്തിൽ സ്വാഭാവിക മരണമാണ്. ഈ കേസിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എല്ലാ ഇതിലും പരാതിപ്പെട്ടിട്ടും ആരും ഈ കേസ് മുമ്പ് കേരള പോലീസിൻ്റെ അനാസ്ഥയാണ് ഇത്രയും വൈകി 2 വർഷമായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ് ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ. ചിലപ്പോൾ സ്വാഭാവികമായിരിക്കാം, ചിലപ്പോൾ ദുരൂഹതകൾ മറനീക്കി പുറത്തു വന്നേക്കാം. പെറ്റമ്മയുടെ സംശയങ്ങൾക്കും പരാതികൾക്കും 1.5 വർഷത്തെ കണ്ണുനീരിൻ്റെ വിലയെങ്കിലും നമുക്ക് നൽകാം. ദുരന്തങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാനായി ശ്രദ്ധിക്കാം.